ബിഗ് ബോസ് മലയാളം സീസൺ 7 രണ്ടാഴ്ച പിന്നിടുമ്പോൾ ഓരോ മത്സരാർത്ഥികളുടെ ഒരു അനാലിസിസ് ആണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അത്ര കിടിലൻ ഗെയിമേഴ്സ് ഒന്നും പറയാനില്ലാത്ത മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ക്രൗഡാണ് ഈ സീസണിൽ ഉള്ളത് എങ്കിലും രണ്ടാഴ്ച ആയിട്ടേ ഉള്ളൂ. ഇനി ഒരുപാട് അവരെ കാണാൻ ബാക്കിയുണ്ട്, അവരിനിയും കളിക്കാൻ ബാക്കിയുണ്ട്. 14 ദിവസമൊന്നും പോരാ ഈ ഒരു ഷോയെ വിലയിരുത്താനായിട്ട്. റാങ്കിങ് അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. 17ാം സ്ഥാനത്ത് കലാഭവൻ സരിക. എല്ലാ സീസണിലും കാണും ഇതുപോലൊരു മുതല്. അമ്മറോള് കളിച്ച് നിൽക്കുക, മാക്സിമം ദിവസങ്ങൾ സേഫ് ആയിട്ട് നിൽക്കാൻ വേണ്ടി എല്ലാവരെയും തന്നെ സൂചിപ്പിച്ച് നിർത്തുക, എന്നിട്ട് ഒരു രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാതെ ഒരു 30ാമത്തെ ദിവസമോ അങ്ങനെ 20ാമത്തെ ദിവസമോ ഒക്കെ പുറത്താവും. കലാഭവൻ സരിക ഇങ്ങനെയൊന്നും ആവില്ല എന്നാണ് ഞാൻ ആദ്യത്തെ ദിവസം കരുതിയത്. പക്ഷെ രണ്ടാഴ്ച പിന്നിടുമ്പോൾ തന്നെ ഇതേ ടെംപ്ലേറ്റ് ഗെയിം തന്നെയാണ് സരിക കളിച്ചു വരുന്നത്. അതുകൊണ്ടാണ് 17ാം സ്ഥാനത്തേക്ക് ഞാൻ പ്ലേസ് ചെയ്യുന്നത്. ഉടനെ തന്നെ പുറത്താവാൻ സാധ്യതയുണ്ട്. 17 ഞാൻ ആര്യന് കൊടുക്കും. ആര്യൻ കട്ടാരിയാണ്. ആര്യൻ അവിടുത്തെ ഒരു വലിയ ഗ്രൂപ്പിലെ ഒരു നിഴലായി പോകുന്ന ഒരു കാഴ്ചയാണ്. കുഞ്ഞനിയൻ എന്ന നിലയ്ക്ക് സൈഡായി പോകുന്ന ഒരു കാഴ്ചയാണ് ലൈവില് ഈ അടുത്ത ദിവസങ്ങളിൽ കണ്ടത്. ഹൗസിൽ ഒരു രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാത്തൊരു മത്സരാർത്ഥിയാണ്. ടാസ്കിലെ പെർഫോമൻസും എനർജിയും ഒക്കെ കൊള്ളാം. പൊട്ടൻഷ്യൽ വെച്ച് ഉടനെ പുറത്താവാൻ സാധ്യത ഇല്ലാതിരുന്ന ഒരാളാണ്. പക്ഷെ ഈ പോക്ക് പോയാൽ ഉടനെ ഔട്ടാവും. 16 രേണു സുധി. ഇരവാദം ഓർ വിക്ടിം ഗാർഡ് എന്നൊരൊറ്റ ഗെയിം സ്ട്രാറ്റജി വെച്ച് എത്ര നാള് രേണു അതിനകത്ത് നിലനിൽക്കുമെന്നറിയില്ല. ടാസ്കിലെ പെർഫോമൻസോ എന്റർടൈൻമെന്റ് ഫാക്ടറോ അങ്ങനെ ഒരു രീതിയിലും ഇമ്പാക്ട് ഉണ്ടാക്കാൻ രേണുവിനെ കൊണ്ട് പറ്റിയിട്ടില്ല. ചിലപ്പോഴൊക്കെ രേണു അവിടെ ഉണ്ടോ എന്ന് വരെ സംശയമാണ്. കാരണം പ്രതികരണ ശേഷിയേ ഇല്ല. പ്രേക്ഷകരുടെ ഒരു പിന്തുണയൊക്കെ ഉണ്ട്, ഒരു സഹതാപവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഒരു രീതിയിലാണ് രേണുസുധി മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരെ കൈ ഒഴിയാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. 15 റന ഫാത്തിമ. സെർലാക്ക് ലെവൽ ഗെയിമാണ് കളിച്ചു വരുന്നത്. അറിഞ്ഞിട്ട പേരാണ് സെർലാക്ക് എന്നുള്ളത്. അത് പ്രേക്ഷകർ ഒന്നടങ്കം ഇപ്പൊ പറയുന്നുണ്ട്. അമ്മച്ചുറിഷ് ആയിട്ടുള്ള പ്രകടനം, ഇരവാദം, അനാവശ്യ കരച്ചിൽ നാടകം, അങ്ങനെ ഒരുപാട് കാരണങ്ങളാൽ പ്രേക്ഷകരുടെ ഇടയിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റേ ഇല്ല. ട്രാക്ക് മാറ്റി കളിച്ചില്ലെങ്കിൽ 50 ദിവസം പോലും തികക്കില്ല. വേറെന്തെങ്കിലും ഒരു പരിപാടിയിലൂടെ പ്രേക്ഷകർ ചെറിയൊരു ഇഷ്ടമെങ്കിലും പിടിച്ചു പറ്റാൻ സാധിച്ചാൽ ടോപ്പ് 10 വന്നേക്കാം. വൈൽഡ് കാർഡ് വരുമ്പോൾ മിക്കവാറും കംപ്ലീറ്റ്ലി പ്ലേറ്റ് മാറ്റാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് റന ഫാത്തിമ. 14 ഷാരിക. നിലവിൽ ഡെഡ് സോണിലാണ്. ബട്ട് ഇന്ന് തിരിച്ചു കയറാൻ സാധ്യത ഉള്ളതിനാൽ റിവ്യൂ പറയാം. ഹോട്ട് സീറ്റിൽ കാണിക്കുന്ന ആ ഒരു ആവേശമൊന്നും ലൈവിൽ കാണാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ലാത്തൊരു കണ്ടസ്റ്റന്റ് ആണ്. സ്ട്രോങ് ഗെയിം കളിച്ച് മുന്നേറാനും അതേപോലെ തന്നെ 50 ദിവസം തികയ്ക്കാതെ ഔട്ടാവാനും ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഫിസിക്കൽ ടാസ്കിൽ കണക്കായതുകൊണ്ടാണ് ഡെഡ് സോണിൽ പോയത്. അതൊരു വീക്ക്നെസ് ആണ്. പക്ഷെ സ്ട്രോങ് ആയിട്ട് അഭിപ്രായങ്ങൾ വോയിസ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും ഹൗസിലെ എക്സിസ്റ്റൻസ്. 13 ഒനീൽ സാബു. പണി വാങ്ങി ഡെഡ് സോണിൽ പോയ കണ്ടസ്റ്റന്റ് ആണ്. അടുക്കള ഭരണമായിരുന്നു മെയിൻ. അതിൽ നിന്ന് മാറിയിട്ടും വലിയ ആക്റ്റീവായിട്ടൊന്നും കണ്ടില്ല. പക്ഷെ ഒരു ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. തെറിവിളിയും പ്രൊവോക്കേഷനും ഒക്കെ ഉണ്ടായിട്ട് തിരിച്ചൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. അത് തന്നെ ഒരു ക്വാളിറ്റി നമുക്ക് വിസിബിൾ ആണ്. നല്ലപോലെ അഭിപ്രായങ്ങൾ പറഞ്ഞ് എല്ലാവരെയും എതിരാളികളായിട്ട് കാണണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ പുള്ളി ഈ സീസണിൽ കുറെ പാടുപെടും. ചെയ്താൽ എവിക്ഷൻ പ്രോസസ് ഒന്നും ഒരു വിഷയമായിരിക്കില്ല. കാരണം അതിന് വോട്ടുള്ള ഒരു ഏരിയയാണ് ഈ ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം. 12 ശൈത്യ. രണ്ടാഴ്ച കണ്ടതിൽ വെച്ച് ഈ ആഴ്ചയാണെന്ന് ആക്റ്റീവായി കണ്ടത്. കഴിഞ്ഞ ആഴ്ച ഒന്നും ശൈത്യ അവിടെ ഉള്ളതിന്റെ ഒരു സൂചന പോലും ഉണ്ടായിരുന്നില്ല. അത്രയും സൈലന്റ് ആയിരുന്നു. ന്യായത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഒരു ഗുഡ് അടിച്ച് വോട്ട് കൊടുത്ത് പിടിച്ച് നിർത്തിയേക്കാം. നമ്മുടെ ബേസിക്കലി റാങ്കിങ് വൈസ് രേണുസുധിയുടെ അതേ പൊസിഷൻ തന്നെയാണ് ശൈത്യയും നിൽക്കുന്നത്. 11 അഭിലാഷ്. ടാസ്കിലൊക്കെ നല്ല ആക്റ്റീവാണ്. ആ ഒരു അഗ്രസീവ് ബിഹേവിയർ ഒക്കെ മാറ്റി എല്ലാവരെയും തന്നെ എതിരാളികളായിട്ട് കാണാൻ തുടങ്ങി ആ നിമിഷം മുതലേ ഗ്രാഫ് മുകളിലേക്കാണ്. അത് താഴേക്ക് പോവാതെ സൂക്ഷിച്ച് നോക്കിയും കണ്ടുമൊക്കെ അഭിലാഷ് കളിക്കട്ടെ. കാരണം പുള്ളി ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആണെന്ന് അറിയാമല്ലോ. അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു പരിപാടിയൊന്നും അല്ല ബിഗ് ബോസ്. 10 ആദില നൂറ. ആദില കൊള്ളാം, നൂറ പോരാ എന്ന് ചിലർ പറയുന്നു. നൂറയുടെ ലുക്ക് കൊള്ളാം, ക്യൂട്ടാണ്, സുന്ദരിയാണ്. ആദില പോരാ എന്ന് മറ്റു ചിലർ പറയുന്നു. ഇങ്ങനെയാണ് ഇവരെ പറ്റിയുള്ള പൊതുവെയുള്ള അഭിപ്രായങ്ങൾ. ഹൗസിലെ കാര്യമായിട്ടുള്ള ചലനങ്ങളൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അതിലെ ഒറ്റയ്ക്കായിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ മികച്ച പ്രകടനം കാഴ്ചവെച്ചേനെ എന്ന് തോന്നുന്നു. കാരണം വാക്ചാതുര്യമുള്ള പ്രതികരണശേഷിയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ആദില. അതിലൊരു നല്ല എനർജി ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. നൂറ ആദിലയുടെ ഗെയിമിനെ പുറകോട്ട് വലിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. കാരണം നൂറയ്ക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഈ ഒരു പരിപാടിയിൽ. നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ ഇവരുടെ ഗെയിം എന്തായിരിക്കും, എങ്ങനെ എങ്ങോട്ടേക്കായിരിക്കും പോകുന്നത് എന്നുള്ളത്.
9 ഡോക്ടർ ബിന്നി, പീസ് മേക്കർ, ഡിപ്ലോമാറ്റിക്, സേഫ് കളികളാണ് കളിച്ചു വരുന്നത്. 2 ആഴ്ച കൊണ്ടൊന്നും ബിന്നിയുടെ ഗെയിമിനെ ഒട്ടും തന്നെ വിലയിരുത്താൻ പറ്റില്ല. നമുക്ക് നോക്കാം മറ്റേ വിഷസർപ്പമാണോ അത് ശരിക്കുള്ള പീസ് മേക്കർ ആണോ എന്നുള്ളത്. ചിലപ്പോൾ സീസൺ 4 ധന്യ എന്ന കണ്ടസ്റ്റന്റിനെ പോലെയൊക്കെ ഈ സീസണിൽ പിടിച്ചു നിന്നേക്കാം. അതിനുള്ള സാധ്യതകളാണ് കാണുന്നത്. കാരണം സീരിയൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ. നിലവിൽ ഗ്രാഫ് ഇങ്ങനെ സാധാരണ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആമ എഴയുന്ന പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 8 അപ്പാനിഷത്ത്. അങ്കമാലി ഡയറീസ് എന്ന സിനിമ തിയേറ്ററിൽ നിന്നും കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അതാണ് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ. അതിൽ ശരത് എങ്ങനെയാണോ ആ കഥാപാത്രത്തെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യുന്നത്, അതേപടിയാണ് ബിഗ് ബോസിലും ശരത് സ്വയം പ്രസന്റ് ചെയ്യുന്നത്. അപ്പാനി രവി എന്ന് പറയുന്ന ഒരു വില്ലൻ കഥാപാത്രമാണെന്ന് ഓർത്തോണം. തൊട്ടേനും പിടിച്ചതിനും ഒക്കെ ഗുണ്ടായസം കാണിക്കുന്ന പന്നിവെട്ടും പരിപാടിയൊക്കെയായി നാട്ടിൽ വെലസി നടക്കുന്ന ഒരു ടിപ്പിക്കൽ ഒരു ഗാങ്സ്റ്റർ കഥാപാത്രം. ബിഗ് ബോസിനകത്ത് അങ്ങനെ ഒരു ഗുണ്ടയെ അല്ല പ്രേക്ഷകർക്ക് കാണേണ്ടത്. അവിടെ സിനിമ ഡയലോഗും മറ്റേ പഞ്ച് ലൈനും ഒന്നും അല്ല വേണ്ടത്. നല്ലപോലെ ഗെയിം കളിച്ച് പ്രേക്ഷകരെ കയ്യിലെടുക്കുക എന്നുള്ളതാണ്. അതില് ശരത് ഈ 2 ആഴ്ച കൊണ്ട് തന്നെ ഒരു വലിയ പരാജയമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ സീസണിലെ ഗബ്രിയും പിന്നെ അതിനു മുമ്പുള്ള ഒരുപാട് പേരെ ഓർമ്മിപ്പിക്കുന്ന പോലെ ഒരു നെഗറ്റീവ് ഗെയിമാണ് അപ്പാനി ശരത് കളിച്ച് വരുന്നത്. അതിനൊരു പ്രധാന കാരണം ഈ കഥാപാത്രത്തിൽ നിന്നും പുറത്തു വരാത്ത രീതിയിലുള്ള ഒരു ഗെയിം സ്റ്റൈലാണ്. ഒരു ഹാങ് ഓവർ പുള്ളിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. പരദൂഷണ സംഘവും തുടങ്ങി മറ്റേ അയൽക്കൂട്ടൻ ചർച്ചകളെ ഓർമ്മിപ്പിക്കുന്ന ലെവലിലുള്ള വൃത്തികെട്ട ട്രാഷ് ടോക്കിംഗ് ഒക്കെയാണ് ഈ പുള്ളിയെ പുറകോട്ട് വലിക്കുന്നത്. പുള്ളി ഇതൊക്കെ തന്നെയാണ് അതിനകത്ത് പോയി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വേറെ ഒരു രീതിയിലുള്ള ചലനങ്ങളും ഹൗസിനകത്ത് ഉണ്ടാക്കിയിട്ടില്ല. ശരത് കുമാർ എന്നൊരു പച്ചയായ മനുഷ്യനെയാണ് നമുക്ക് കാണേണ്ടത്. പുള്ളി എന്നൊരു ആക്ടറിനെ ഒന്നും അല്ല നമുക്ക് കാണേണ്ടത്. ആ ഒരു പച്ചയായ മനുഷ്യനെയാണ്. അതും എല്ലാവരെയും എതിരാളികളായിട്ട് കാണുന്ന ഒരു ശരത്തിനെ. അങ്ങനെ ഒരു മനുഷ്യനെ പുള്ളി എന്ന് പ്രസന്റ് ചെയ്യാൻ തുടങ്ങുന്നോ അന്ന് പുള്ളി കത്തിക്കേറും. അല്ലാത്ത പക്ഷം നെഗറ്റീവ് വന്ന് പുറത്താവും. 50 ദിവസം പോലും തികക്കില്ല. 7 അക്ബർ ഖാൻ. സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ്. BB മെറ്റീരിയലാണ്. നല്ലൊരു പാട്ടുകാരനാണ്. എക്സ്ട്രാ ടാലന്റഡ് ആണ്. അതിലൊന്നും ഒരു സംശയവും ഇല്ല. ഇതൊക്കെ അപ്പാനി ശരത്തും അതെ ടാലന്റഡ് ആണ്. പക്ഷെ ബിഗ് ബോസിനകത്ത് ഇതൊന്നും മാത്രം പോരാ. പ്രേക്ഷകരുടെ പൾസ് അറിഞ്ഞിരിക്കണം. എന്ത് കാര്യത്തെയാണ് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നതെന്നും വെറുക്കുന്നതെന്നും മനസ്സിലാക്കിയിരിക്കണം. അത് അക്ബർ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അത്രയധികം നെഗറ്റീവ് അക്ബറിന് ഈ 2 ആഴ്ച കൊണ്ട് വന്നത്. പിന്നെ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കാനുള്ള ഒരു കഴിവ് അത് അക്ബറിന് ഇല്ല, ഒട്ടും തന്നെ ഇല്ല. ഗ്രൂപ്പിസം, ശരത്തുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് തന്നെ അക്ബറിന് പണിയാണ്, വമ്പം പണിയാണ്. ആ കൂട്ടത്തിലാണ് ഇവരുടെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് ഫോമായി വന്നത്. ഇപ്പോഴുള്ള നെഗറ്റീവിനെ അതിജീവിച്ച് സേവ് ആയി പോയാൽ അക്ബർ കത്തിക്കേറിയേക്കും. കാരണം എനിക്ക് പേഴ്സണലി അക്ബർ കത്തിക്കേറി വരുന്ന കാണാൻ നല്ല ആഗ്രഹമുണ്ട്. പുള്ളി ഈ രീതിയിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ എന്താണെന്ന് അറിയില്ല. 6 ജിസേൽ. ഒരു തവണ ബിഗ് ബോസിൽ പങ്കെടുത്തതിന്റെ കോൺഫിഡൻസ്, സ്ക്രീൻ പ്രസൻസ്, ഡോമിനേഷൻ ഇതെല്ലാം ജിസേലിനുണ്ട്. ബിഗ് ബോസിനെ പോലും വകവെക്കാത്തുള്ള പെരുമാറ്റമാണ് ആകെയുള്ള ഒരു നെഗറ്റീവായിട്ട് തോന്നുന്നത്. അല്ലാതെ എല്ലാം പോസിറ്റീവാണ്. ഹൗസ് മേറ്റ്സിനെ എല്ലാവരെയും വല വീശി പിടിച്ച് തന്റെ ഭാഗത്ത് ആക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. താൻ പറയുന്നതാണ് ശരി എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു കഴിവുണ്ടല്ലോ. അതൊക്കെ സഹായകരമാണ് എന്നുണ്ടെങ്കിലും അത് മാത്രം പോരാ ഹൗസിനകത്ത് നിലനിൽക്കാനായിട്ട്. പരിമിതമായ ആ ഒരു ലാംഗ്വേജും വൊക്കാബുലറിയും വെച്ച് പുള്ളിക്കാർക്ക് ഇവിടം വരെ എത്താൻ സാധിച്ചുവെങ്കിൽ ഒരു 75 വരെയൊക്കെ ഉറപ്പായിട്ടും സാധിക്കും. കാരണം ഗ്രാഫ് മുകളിലേക്ക് തന്നെയാണ്, പ്രത്യേകിച്ച് ഇന്നലത്തെ ആ ഒരു സംഭവത്തോടു കൂടി. 5 നെവിൻ. 24/7 എന്റർടൈനർ ടാഗ്ലൈൻ ലഭിക്കാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം അത്രയും ഹ്യൂമർ സെൻസ് ഉള്ള ഒരു രസികൻ കഥാപാത്രമാണ്. ഉഡായ്പകൾ കാണിച്ച് ടാസ്കിലും ഗെയിമിലും ഒക്കെ കിടിലം പ്രകടനം കാഴ്ചവെച്ച് പരിക്കൻ ഇമേജ് ഒക്കെ നൈസായിട്ട് ഉണ്ടാക്കിയെടുത്തു 2 ആഴ്ച കൊണ്ട്. അതേസമയം തന്നെ മികച്ച രീതിയിൽ പോയിന്റ് പറഞ്ഞ് ആർഗ്യൂ ചെയ്യാനും നിവിൻ അറിയാം. കണ്ടന്റിന് വേണ്ടി വെറുതെ തോന്നിയാസം കാണിക്കാനുള്ള പരിപാടിയാണെങ്കിൽ ചിലപ്പോൾ നെഗറ്റീവ് വന്നേക്കാം. കാരണം ഈ ഒരു എന്റർടൈനർ പരിപാടി ഒന്നും എപ്പോഴും നല്ലപോലെ പോവാറില്ല. ആസ് ഓഫ് നൗ സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ്. ഗ്രാഫ് മുകളിലേക്ക് തന്നെയാണ് ഗെയിമിന്റെ. 4-ാം സ്ഥാനത്ത് അനിമോൾ. എക്സ്ട്രീം ഇമോഷൻസും പിന്നെ ഈ പ്രതികരിക്കാനുള്ള ഒരു മടിയും വൈകിപ്പിക്കലും ഒക്കെ മാറ്റി നിർത്തിയാൽ മികച്ച ഗെയിമറാണ്. ആ ഒരു ഫൈറ്റ് ഉണ്ടാക്കാനുള്ള ഒരു പേടി സംഭവമൊക്കെ അതൊക്കെ മാറി വരുന്നതേ ഉള്ളൂ ഇപ്പോഴും അനിമോൾക്ക്. അനിമോളുടെ ശരിക്കുള്ള ഗെയിമും കാര്യങ്ങളും നമ്മൾ കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ഹൈ ഹോപ്സ് ഓൺ അനിമോൾ. 3 ഷാനവാസ്. കേറിക്ക കളിയും പിന്നെ മറ്റേ കുലപുരുഷൻ ഇമേജും ഒക്കെ മാറ്റി നിർത്തിയാൽ റിയൽ ആയിട്ട് നിന്ന് ഗെയിം കളിക്കുന്ന ഒരു മത്സരാർത്ഥിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശക്തനായ മത്സരാർത്ഥിയാണ്. ഗ്രൂപ്പിസത്തിനും അനീതിക്കും ഒക്കെ എതിരെ നന്നായിട്ട് പ്രതികരിക്കാറുണ്ട്. ഇൻഡിവിജ്വൽ ആയിട്ട് നിന്ന് ഗെയിം കളിക്കുന്ന ഒരാളായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് ഷാനവാസും ഒരു ടോപ്പ് പൊസിഷനിലേക്ക് തന്നെ വരും ഈ സീസണിൽ. 2
വായുവിൽ നിന്നും കോണ്ടന്റുകൾ ഉണ്ടാക്കി ഐസൊലേഷൻ ഗെയിം കളിച്ച് പ്രേക്ഷക പിന്തുണ ഉണ്ടാക്കി എടുത്തുകൊണ്ടിരിക്കുന്ന അനീഷ്, കോമണർ അനീഷ്. BB മലയാളത്തിൽ ഇതുവരെ കണ്ടിട്ടുള്ള കോമണേഴ്സിൽ ദ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ബിഗ് ബോസ് എന്ന ഷോയെ പറ്റി ഇൻ ആൻഡ് ഔട്ട് അരച്ച് കലക്കി കുടിച്ചിട്ടുള്ള ഒരു മത്സരാർത്ഥി ആയതുകൊണ്ട് തന്നെ ഈ സീസണിലെ ടോപ്പ് പൊസിഷനിൽ എത്താൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥിയാണ്. 2 ആഴ്ച കൊണ്ടൊന്നും ഒന്നും പറയാൻ പറ്റില്ല, കാരണം അത്രയും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഷോ ആണ്, പ്രവചനാതീതമായിട്ടുള്ള ഒരു ഷോ ആണെന്ന് ആദ്യമേ പറഞ്ഞു. പക്ഷെ നിലവിലെ സാഹചര്യത്തിലുള്ള ഒരു കാര്യമാണ് പറയുന്നത്. വാഴകളായിട്ടിരിക്കുന്നവരെ പറ്റിയും പിന്നെ അത്യാവശ്യം ഗെയിം കളിക്കുന്നവരെ എല്ലാവരെയും പറ്റിയും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. എല്ലാവരെ പറ്റി തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പറയുക. കൂടുതൽ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.